പക്ഷെ സംശയം എന്ന് പറയുന്നതിന്റെ പേരിൽ ഒരു തർക്കം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ഓവർ പൊസസീവ്നെസ്, അതുപോലെ തന്നെ ഭ്രാന്തമായ ഇഷ്ടം. ഈറ്റം പറയാം, ഞങ്ങൾ കുളിക്കുന്നത് പോലും ഒരുമിച്ചായിരുന്നു. താടിയും പൊട്ടും ടോക്സ് ഗൈസ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്താന്ന് വെച്ചാൽ പന്തിരങ്കാവിലെ ആ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള രാഹുലിന്റെ മർദ്ദനമേറ്റ ഭാര്യയുടെ ഒരു കേസാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തിരിക്കുന്നത്. ഒരുപാട് വെളിപ്പെടുത്തലുകളാണ് രാഹുലിന്റെ സൈഡിൽ നിന്നും, രാഹുലിന്റെ ഭാര്യയുടെ സൈഡിൽ നിന്നും, ഭാര്യയുടെ വീട്ടുകാരുടെ സൈഡിൽ നിന്നും, രാഹുലിന്റെ വീട്ടുകാരുടെ സൈഡിൽ നിന്നും, അങ്ങനെ ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഈ പറയുന്ന രാഹുൽ ഇപ്പൊ ജർമ്മനിയിലേക്ക് കടന്നു കളഞ്ഞു. അതിന് പന്തീരാങ്കാവിലെ പോലീസ് സ്റ്റേഷനിലെ ഒരാളാണ് അതിനെ സഹായിച്ചതും എങ്ങനെ പിടിക്കപ്പെടാതെ ജർമ്മനിയിലേക്ക് കടക്കാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതടക്കം. ഈ പെൺകുട്ടിയുടെ അച്ഛൻ നേരത്തെ ഉന്നയിച്ചായിരുന്നു പോലീസിന്റെ നല്ലൊരു വീഴ്ച ഇതിൽ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് രാഹുൽ കടന്നു പോയത്. ആ പുള്ളിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല, പകരം ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത് എങ്ങനെ കടക്കാൻ കഴിയുമെന്ന്. ആ പോലീസുകാരന്റെ വോയിസ് അടക്കം എല്ലാ തെളിവുകളും ഇവിടുന്ന് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം അതിന് വേണ്ട നടപടികൾ ആ പോലീസുകാർക്കെതിരെ ചെയ്തിട്ടുണ്ട്. അതൊരു സൈഡിൽ. അപ്പൊ കേസിന്റെ ഭാഗമായി ഇനി കേസ് വീണ്ടും അത് നല്ല രീതിക്ക് തന്നെ പോകും. കാരണം ഈ പെൺകുട്ടിയും വീട്ടുകാരും സ്ട്രോങ് ആണ്. പിന്നെ രാഹുലിന്റെ അമ്മ, അവർക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല. കുറെ കാമുകന്മാരുണ്ട്. കിടപ്പട പങ്കിടുന്ന സമയത്ത് കാമുകന്മാരുടെ കോള് വന്ന ഏത് ഭർത്താവ് സഹിക്കുക ഇത്തരത്തിലാണ്. എന്നാൽ ഇതെല്ലാം പച്ചക്കള്ളമാണ് എന്നുള്ള തരത്തിൽ എന്താണ് ഉണ്ടായത് എന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഒരുപാട് ചാനലുകളിലും അത് വന്നിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ടോക്ക് എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഒരുപാട് കാര്യങ്ങള് പെൺകുട്ടി അമ്മയെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ രാഹുൽ ഒരു സൈക്കോ പോലെയുള്ള ഒരാളായിരുന്നു. ഭ്രാന്തമായ ഒരു തരത്തിലുള്ള സ്നേഹമായിരുന്നു. അതുമൂലം ആ പുള്ളി കാട്ടിക്കൂട്ടിയിരുന്ന കാര്യങ്ങളാണ് ഈ ഭാര്യ വെളിപ്പെടുത്തുന്നത്. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകും. തർക്കം ഉണ്ടായത് സ്ത്രീധനത്തിന്റെ പേരാണ്, പക്ഷെ സംശയം ഉണ്ടായിരുന്നു എന്നുള്ളത് കറക്റ്റാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഓവർ പൊസസീവ്നെസ്, അതുപോലെ തന്നെ ഭ്രാന്തമായ ഇഷ്ടം. ഈ ഇഷ്ടം കൊണ്ടുണ്ടായ സംശയത്തിന് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു സത്യം പറയാം, ഞങ്ങൾ കുളിക്കുന്നത് പോലും ഒരുമിച്ചായിരുന്നു. അതായത് ഞാൻ അല്ലാണ്ട് പുള്ളി കുളിക്കില്ല. ഞാനൊരു ദിവസം പുള്ളിയെ കൂട്ടാണ്ട് കുളിക്കാൻ കയറി കഴിഞ്ഞാൽ അന്ന് പുള്ളി എന്നോട് മിണ്ട. അന്നത്തെ ദിവസം എന്റെ പോയി. എനിക്ക് ആ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ എന്റേതായിട്ടുള്ള സ്പേസ് എനിക്ക് നഷ്ടപ്പെട്ടു, ഫ്രീഡം. ഞാൻ ആളുകളോട് നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു ഉരുള ഞാൻ രാഹുലിന്റെ വായിൽ വെച്ചു കൊടുക്കാണ്ട് രാഹുൽ കഴിക്കില്ല. ഞാനത് വെച്ചു കൊടുത്തില്ലെങ്കിൽ രാഹുൽ അവിടെ നീറ്റ് പോകും. രാഹുലിന്റെ അനുവാദം ഇല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ കോളിൽ സംസാരിച്ച ഒരാളല്ല. കാരണം റിയൽ ടൈമിലേക്ക് വരുമ്പോഴത്തേനും ഇതൊക്കെ എന്താണ് ഇത്രയും ഒരു സൈക്കോ ലെവലിലാണ് പുള്ളിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സംസാരിക്കുമ്പോൾ ഉള്ള രാഹുലല്ല, നമ്മൾ റിയൽ ടൈമിലേക്ക് വരുമ്പോഴത്തേക്കും മൊത്തം ആക്ഷൻസ് എല്ലാ കാര്യങ്ങളും മാറുകയാണ്. ഒരു സൈക്കോ എങ്ങനെയാണോ ആ രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കുളിക്കുന്ന പോലെ ഒന്ന് ആലോചിക്കാൻ, ഒരു ദിവസം അറിയാണ്ട് എന്തോ ഒറ്റയ്ക്ക് കയറി കുളിച്ചതിന് പുള്ളി എന്നോട് ആ ദിവസം മൊത്തം മിണ്ടാണ്ടിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ദിവസം ഞങ്ങൾ ഒരുമിച്ചാണ് കുളിച്ചിരുന്നത്. ഇത് സത്യമാണ്. എന്താല്ലേ റിയൽ സൈക്കോ? അതെ, സൈക്കോളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയാണ്. അവര് ബാക്കി എല്ലാവരുടെ മുമ്പിലും വളരെ നല്ല മാനറിസങ്ങളും സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കും. ഈ പറയുന്ന ഇത് നേരിടുന്നവരുടെ അടുത്താണ് അവരുടെ മാനറിസവും പെരുമാറ്റങ്ങളും രീതികളും എല്ലാം മാറുക. ഇപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞ പ്രകാരം തന്നെ ഒറ്റയ്ക്ക് പോയി കുളിക്കാൻ വരെ രാഹുൽ സമ്മതിക്കില്ല. രാഹുലിനൊപ്പമാണ് ഈ കുറച്ച് ദിവസങ്ങൾ വരെ ആ പെൺകുട്ടിക്ക് കുളിക്കാൻ പറ്റിയിട്ടുള്ളത്. അറിയാണ്ട് എപ്പോഴോ കയറി ഒറ്റയ്ക്ക് കുളിച്ചതിന്റെ പേരിൽ എന്താ പറയാ, രാഹുല് ആ ദിവസം മുഴുവൻ മിണ്ടാതിരുന്നു. ഭക്ഷണം ഈ പെൺകുട്ടിക്ക് കഴിക്കണമെങ്കിൽ ഒരു ഉരുള രാഹുലിന് കൊടുത്തേ കഴിക്കാൻ പറ്റും. സൈക്കോ തന്നെയാണ്. അതിയായ സ്നേഹം, ഭ്രാന്തമായ സ്നേഹം, അത് അങ്ങനെ ഒരു ഉരുള തരണ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അതില്ലെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പിന്നെ അലമ്പും പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത് സൈക്കോ ആണ്. സൈക്കോകളുടെ മാനറിസങ്ങൾ ആ സ്പോട്ടിലാണ് അത് തിരിയുക. നമ്മുടെ കുമ്പളങ്ങിയിലെ ഷമ്മിയുടെ പോലെ ഈ പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ട്, സംശയം ഈ പറയുന്ന രാഹുലിന് വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നേ കോണിക്കോട് സംസാരിച്ചിരുന്ന ഒരാളല്ല റിയൽ ലൈഫിലേക്ക് വന്നപ്പോ മൊത്തം എല്ലാ ആക്ഷനും സംസാരവും എല്ലാം മാറിക്കഴിഞ്ഞിരുന്നു. ചിലരങ്ങനെയാണ്. ഈ മറ്റൊരു കാര്യം കൂടി ഈ പെൺകുട്ടി പറയുന്നത്, സംശയത്തിന്റെ പേരിലല്ല അന്ന് അവിടെ അലമ്പുണ്ടായത്, സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്.
അത് അവരുടെ അമ്മയ്ക്കും പെങ്ങൾക്കും അതിൽ നല്ല സ്ഥാനമുണ്ട്, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. അത് അമ്മയെ പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നും ആവശ്യം വന്നാൽ താൻ അതും പുറത്ത് പറയുമെന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ട്. തന്നെ നിർബന്ധപൂർവം ബീറ് കുടിപ്പിക്കുകയും അത് രാഹുലിന്റെ കൂട്ടുകാരനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയും വീണ്ടും ഒഴിച്ചു കൊടുക്കണമെന്ന് ഈ അമ്മ, രാഹുലിന്റെ അമ്മ രാഹുലിനോട് പറയും. പക്ഷെ അവൻ രണ്ടാമത് ഒഴിച്ചു കൊടുത്തില്ല, അതെന്തോ ഭാഗ്യം. അതുപോലെ രാഹുൽ സിഗരറ്റ് വലിക്കുമ്പോൾ അവളെ നിർബന്ധപൂർവ്വം സിഗരറ്റ് വലിപ്പിക്കുകയും അതും ഫോട്ടോ എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ പെൺകുട്ടിയുടെ അമ്മ തുറന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇത്തരത്തിൽ ഒരു സിഗരറ്റ് അല്ലെങ്കിൽ മദ്യം കുടിക്കുന്ന ഒരാള് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഒരാള് അത്തരത്തിലാക്കി മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു അവര്. കുറച്ചു നാളും കൂടി ആ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ അവളൊരു മയക്കുമരുന്ന് അഡിക്റ്റഡ് ആക്കി അവർ മാറ്റിയാണ്. കാരണം നിർബന്ധിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അവരുടെ ശരീരത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ അംശങ്ങളെല്ലാം കണ്ടെത്തും. ഈ രാഹുൽ ഓൾറെഡി ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്നത് ഇത്ര അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ് ഇവര് പിന്നെ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടി കൊടുക്കാൻ അവർ ശ്രമിച്ചേനെ എന്നും ഇവരുടെ അമ്മ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി കൂടി കേട്ടോ. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം രാഹുലിനെ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ രാഹുലിന്റെ സൈഡിൽ നിന്നും വേറെ ആരെ കുറിച്ച് ഞാൻ പറയുന്നില്ല, രാഹുലിന്റെ സൈഡിൽ നിന്നും എൻ്റെ ഭർത്താവിന്റെ സൈഡിൽ നിന്നും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു തർക്കം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മൾ ഇതിനു മുന്നേ പരിചയപ്പെട്ട സമയത്തും അങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല. തമാശ രൂപേണ എന്നോട് എനിക്കൊരു കാർ കിട്ടുമോ എന്ന് തമാശ രൂപേണ ചോദിക്കുന്നല്ലാണ്ട് ഇതിനെക്കുറിച്ചുള്ളൊരു വലിയൊരു ഡിസ്കഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത്. പിന്നീട് എപ്പോഴാണ് ഈ ഒരു സ്ത്രീധനം കുറഞ്ഞു പോയി, കാറ് വേണമായിരുന്നു എന്നുള്ള അങ്ങനത്തെ ഒരു സംസാരമൊക്കെ തുടങ്ങുന്നത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ചാനലിലും കാര്യങ്ങളിലൊക്കെ ഞാൻ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണിത്. അന്നേ ദിവസം, അതായത് 11-ാം തീയതി രാത്രിയാണ് ഞങ്ങൾക്ക് ഇടയിൽ ഈ ഒരു തർക്കം ഉണ്ടാവുന്നത്, സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പൊ അന്ന് രാവിലെ, ഇത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, രാവിലെ അമ്മയും മകനായിട്ട് റൂം ലോക്ക് ചെയ്തിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊരു കോഴിക്കോട്ടിൽ ബീച്ചിലൊക്കെ പോയി ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ബീച്ചിലൊക്കെ. അപ്പം അത്യാവശ്യം നന്നായിട്ട് ആള് എന്തോ കാര്യമായിട്ടൊരു സാധനമൊക്കെ അടിച്ച് ഇതായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചിൽ പോയി. ബീച്ചിലും ഇതുപോലെ തന്നെ അമ്മയുടെ പേരും പറഞ്ഞിട്ട് ഒരു തർക്കം. അതായത് അമ്മയോട് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയണം. അമ്മയോട് സംസാരിക്കാത്തതിന്റെ പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട്. അത് ഞാൻ പറയാം പിന്നീട്. എനിക്ക് എപ്പോഴെങ്കിലും അത് സംസാരിക്കേണ്ടതായിട്ട് വരും, ഞാൻ അത് ഉറപ്പായിട്ട് സംസാരിക്കും. കുറെ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല, അത് വെളിപ്പെടുത്തുന്നതാണ്. അപ്പോ അതിന്റെ ഒരു തർക്കം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നിട്ട് പുള്ളി എനിക്ക് ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട്, സ്വർണ്ണമായാലും ഒരു കാർ എനിക്ക് ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള പേരിലാണ് ആ ഒരു തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ദിവസം രാവിലെ തന്നെ അമ്മയായിട്ട് ഞാൻ നല്ലൊരു ടൈംസിലായിരുന്നില്ല. കാരണം പലപ്പോഴും കിച്ചണിൽ കയറുമ്പോൾ അമ്മേനോട് സംസാരിക്കാറില്ല. അപ്പൊ ആ ഒരു പരാതി എപ്പോഴും ഞാൻ രാഹുലിനോട് പറയായിരുന്നു. രാഹുൽ ആ ഒരു പേരും പറഞ്ഞിട്ട് എപ്പോഴും ആ ഒരു തർക്കം വീട്ടിലുണ്ടായിട്ടുണ്ട്. പിന്നെ അന്ന് അമ്മ എന്നോട് ശ്രീധനം എന്റെ മകന് ഇതിൽ കൂടുതൽ കിട്ടേണ്ടതാണ് എന്നുള്ളൊരു സംഭാഷണം അമ്മയ്ക്കും എനിക്കിടയിൽ വന്നു. അമ്മേനോട് അങ്ങനെ സംസാരിച്ചു. അതും ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രാഹുൽ അത് പിന്നാലെ ചോദിച്ചിട്ടാണ് പിന്നെ ഒരു റൂമിൽ കയറിയിട്ട് എന്തൊക്കെയോ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങുന്നത്. അന്നേ ദിവസം രാത്രിയാണ് ഈ ഒരു തർക്കം ഉണ്ടാവുന്നത്. അമ്മ അപ്പൊ ചില്ലറ കാര്യമല്ല, അമ്മേനെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ ആവശ്യം വന്നാൽ ഇനിയും പറയാത്ത, ഒറ്റ മീഡിയാസിന് കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാണ്ടെന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഇതിലൊരു റോളില്ല, പെങ്ങൾക്ക് ഇതിലൊരു റോളില്ല എന്ന് അവർ ഒരുപാട് പറഞ്ഞാൽ അവരത് പറയുമ്പോ തന്നെ ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോൾ തന്നെ അവർ ബബ്ബ പഠിക്കുന്നത് നമുക്ക് കാണാൻ കറക്റ്റായിട്ട് ആ മീഡിയാസിന്റെ മുമ്പിൽ അവർ കാണിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റും. ഈ അമ്മയ്ക്ക് യാതൊരുവിധ അമ്മയ്ക്കോ സഹോദരിക്കോ ഒരു താല്പര്യമില്ലാതെയാണ് രാഹുലിന്റെ മാത്രം താല്പര്യത്തിന് നിർബന്ധമായിട്ടാണ് ഈ വിവാഹത്തിന് തയ്യാറായത്. നേരത്തെ വന്ന വിവാഹം രജിസ്റ്റർ ചെയ്യും, അത് പിന്നീട് ഒഴിഞ്ഞു പോവുകയും രാഹുലിന്റെ സ്വഭാവത്തിൽ ഇത് ആയിട്ട് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അത് ഇവർക്ക് അറിയുണ്ടായിരുന്നില്ല. വിവാഹം ഉറപ്പിച്ചിരുന്നു എന്നും ഉറപ്പിച്ചതിന് ശേഷം അത് ഒഴിഞ്ഞു പോയി എന്നും പെൺകുട്ടി ആങ്ങളെ പറയുന്നത് മാത്രമേ കേൾക്കൂ, അത് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിനെ വേണ്ട എന്ന് പറഞ്ഞ് ഇവർ ഒഴിവാക്കിയതാണെന്നൊക്കെയാണ് ഈ പെൺകുട്ടിയോട് രാഹുൽ കല്യാണം കഴിച്ച ഈ ഭാര്യയോട് അവര് പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇവന്റെ സ്വഭാവത്തിൽ ഇവനൊപ്പം താമസിക്കുമ്പോഴുള്ള കല്യാണം രജിസ്റ്റർ ചെയ്തതിനു ശേഷം ബാംഗ്ലൂരിൽ പോയി താമസിച്ചതിന് ശേഷം ഇതുപോലത്തെ ഓരോ സൈക്കോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അതുപോലെ ഈ അമ്മയുടെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. ആ പെൺകുട്ടി ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അതിന്റെ കേസ് നടക്കേണ്ട. ആ വിവാഹ ബന്ധം ഏർപ്പെടുത്താതെയാണ് ഈ വിവാഹം കഴിച്ചതും. ഇതൊന്നും ഈ പെൺകുട്ടിക്കോ വീട്ടുകാർക്കോ അറിയുന്നുണ്ടായിരുന്നില്ല.
ഈ രാഹുൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ ഈ വിവാഹം വേണ്ട എന്ന് രാഹുലിനോട് പറഞ്ഞിട്ടും എനിക്ക് അമ്മയുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എന്റെ തീരുമാനമാണ്, എനിക്ക് ഇഷ്ടമുള്ളവരെയാണ് ഞാൻ കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് ആണ് ഈ പെൺകുട്ടി കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റെന്തൊക്കെ പ്രശ്നങ്ങൾ വേറെ ആരൊക്കെ ഉണ്ടാക്കിയാലും രാഹുൽ കാലം മാറുന്നു ഈ പെൺകുട്ടി ഒരിക്കലും വിചാരിച്ചില്ല. അത് തന്നെയാണ് ഈ പെൺകുട്ടിക്ക് ഇത്രയും ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഭവം. അമ്മ അവിടെ കിച്ചണിലൊക്കെ കയറി ചെല്ലുമ്പോഴും ഒന്നും സംസാരിക്കാറില്ല. ആ വീട്ടിലെ അമ്മയൊന്നും അവളോട് സംസാരിക്കാറില്ല. പിന്നെ എങ്ങനെയാണ് അവള് സംസാരിക്കുക, അവളായിട്ട് യാതൊരു തരത്തിലും മിങ്കിൾ ചെയ്യാറില്ല എന്നും പറയുന്നു. പക്ഷെ അമ്മ മീഡിയാസിൽ പറഞ്ഞത് അവളും ഉണ്ടാറില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ കല്യാണം കഴിഞ്ഞത് കൊണ്ട് തന്നെ അവളായിട്ട് അമ്മ സംസാരിക്കാറില്ല. അതുകൊണ്ട് ഇവൾക്കൊന്നും അപ്പോഴും ഇവളത് രാഹുലിനോട് പറയുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം, കുറച്ച് സമയം കഴിഞ്ഞാലെങ്കിൽ അത് ശരിയാവും എന്നൊക്കെ രാഹുൽ പറഞ്ഞിരുന്നു. പക്ഷെ അത് ശരിയാവുന്നില്ല. അപ്പൊ രാഹുലിന് ഇവളോട് പറയും, നീ അതൊന്നും നോക്കണ്ട, നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ പുറത്തേക്ക് ഒന്നിച്ച് പോവില്ലേ, നീ കൂടുതൽ എക്സ്പെക്ടേഷനൊന്നും അമ്മയ്ക്ക് കൊടുക്കണ്ട, അമ്മയെ ജോലിയിൽ സഹായിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട, നീ നിന്റെ സമയത്തിനൊക്കെ എപ്പോഴാണ് ഉറങ്ങി എണീക്കണമെങ്കിൽ എഴുന്നേറ്റാൽ മതി എന്നൊക്കെ രാഹുലിന്റെ സൈഡിൽ നിന്ന് വളരെ സപ്പോർട്ടോട് കൂടിയാണ് പോയിരുന്നത്. പക്ഷെ അന്ന് ഈ പറയുന്ന പോലെ ബീച്ചിൽ പോയി അവർ വന്നതിന് ശേഷം അമ്മ മിണ്ടാത്ത കാര്യം പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി തർക്കം ഉണ്ടാവുകയും രാഹുൽ നല്ല രീതിക്ക് എന്തെങ്കിലും കഞ്ചാവോ എന്തോ കഴിച്ചിട്ടുണ്ടെന്ന് അടിച്ച് ഭയങ്കര ഇതായിരുന്നു എന്ന് അവള് പറയുന്നുണ്ട് ഭാര്യ. അതിന് ശേഷം വന്നിട്ട് അമ്മ റൂമിൽ കൊണ്ടുപോയി 1 മണിക്കൂറോളം വർത്താനം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇതുപോലെ ക്രൂരമായ ഒരു പീഡനം അവിടെ ഉണ്ടായിട്ടുള്ളത്. കെട്ടിക്കിടക്കുമായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇത് പ്രൊസീഡ് ചെയ്യുന്നില്ല. അന്ന് എനിക്ക് ഒരുപാട് വിഷമമായിരുന്നു. കാരണം രാഹുലിന്റെ സൈഡിൽ നിന്നും അങ്ങനെയല്ല, കാരണം രാഹുലാണ് ഡിസിഷൻ എടുക്കുന്നത്, രാഹുൽ അന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോ ഇങ്ങനെ അമ്മയുടെ പേരും പറഞ്ഞിട്ട് രാഹുല് പോകും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു. പോട്ടെ, അത് ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഒന്നും. ഓക്കെ, അതെല്ലാം പോട്ടെ. അപ്പൊ അങ്ങനെ പോയൊരു കേസാണ്. പിന്നീട് രാഹുൽ ഒരു കോട്ടയത്തുള്ളൊരു കുട്ടിയായിട്ട് എൻഗേജ്മെന്റ് നടന്നു. അവരുടെ കല്യാണം പക്ഷെ ഒഴിഞ്ഞുപോയി. അപ്പൊ കല്യാണം ഒഴിഞ്ഞു പോയി കഴിഞ്ഞു. ഈ ഒരു കഴിഞ്ഞ മാസം ഏപ്രിലാണ് രാഹുൽ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഏപ്രിലാണെന്ന് തോന്നുന്നു, 2 മാസം മുന്നേ. അതെ, ഏപ്രിലാണ് എന്നെ രാഹുൽ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാടാ, ഞാൻ നിന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു, എനിക്കൊരു ചാൻസ് കൂടി തരുമോ, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ രാഹുലിനോട് പറഞ്ഞ ലെറ്റ് മീ തിങ്ക് എന്നാണ്. ഞാൻ ആ സമയത്ത് ചാടിക്കേറി ഓക്കെ ഞാൻ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലെറ്റ് മീ തിങ്ക് എന്നുള്ളതാണ്. അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. അങ്ങനെ ഞാൻ ആദ്യം ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം രാഹുലിനോട് ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു, സംസാരിച്ചു. കാരണം ഇവർക്കും രാഹുലിനെ അറിയാം, രാഹുലിനെ ഇവർക്കും ഇഷ്ടപ്പെട്ട് പോയതാണ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു രാഹുൽ ഈ കല്യാണം പ്രൊസീഡ് ചെയ്യുമെന്നുള്ളത്. വേറൊരു കുട്ടിയായിട്ട് ഇങ്ങനെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യുമെന്നുള്ളത് അതൊന്നും നമ്മൾ പ്രതീക്ഷയില്ല. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഓക്കെ, അവർക്ക് ആ പെൺകുട്ടിയായിരുന്നായിരിക്കും, ആ ചുറ്റുപാടുകളൊക്കെ ആയിരുന്നായിരിക്കും ഇഷ്ടം, അതുകൊണ്ട് പോയതായിരിക്കും. ഓക്കെ, ഫൈൻ. ഒരിക്കലും തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എനിക്കന്നൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഓക്കെ, തിരിച്ചു വന്നപ്പോൾ അപ്പൊ ഞാനും ആ സമയത്ത് മാട്രിമോണിയൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ മാട്രിമോണിയൽ സംസാരിച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് പേരോട്. പക്ഷെ ഹോറോസിക്കൊപ്പം കുറെ കാര്യങ്ങളൊക്കെ ഇട്ടത് മാച്ച് ആവാത്തതുകൊണ്ട് കുറെ കാര്യങ്ങൾ അങ്ങനെ തള്ളിപ്പോയിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് രാഹുൽ വീണ്ടും തിരിച്ചു വന്നത്. അപ്പൊ അതങ്ങനെ പ്രൊസീഡ് ചെയ്യുമായിരുന്നു. വിതിൻ 3 വീക്സ് കൊണ്ട് കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്യുമായിരുന്നു. അപ്പോ എനിക്ക് മനസ്സിലാക്കുന്ന ഇത് രാഹുലിന്റെ ഇഷ്ടത്തിന് മാത്രം നടന്നതാണ്. അത് രാഹുലിന്റെ അതായത് വീട്ടുകാരെന്ന് പറയുന്നത് ബാക്കിയുള്ള അമ്മയായാലും പെങ്ങളായാലും അവർക്കിതിൽ വലിയ റോൾ ഉണ്ടെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. കാരണം രാഹുലിന്റെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഈ ഒരു ബന്ധത്തിന്. അപ്പൊ ആ ഒരു ദേഷ്യം അവർക്ക് മകന് വേണ്ടിയിട്ട് രാഹുൽ പലപ്പോഴും പറയായിരുന്നു, അമ്മയുടെ ക്യാരക്ടർ അത്ര നല്ലതല്ല, അമ്മ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്, എന്റെ ലൈഫിൽ പലതും പല ഗേൾസും വന്നിട്ട് അതെല്ലാം റിജക്ട് ചെയ്ത് പോയത് അമ്മയുടെ പേരിലാണെന്ന് രാഹുൽ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ അതായത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മിക്കപ്പോഴും രാഹുൽ എന്നോട് സംസാരിച്ചിരുന്നത് ഇതാണ്, എന്റെ ലൈഫിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അതെല്ലാം പോയേക്കുന്നത് അമ്മയുടെ ഇഷ്ടത്തിനാണ്, തന്നെയും ഞാൻ റിജക്ട് ചെയ്തത് അമ്മയുടെ പേരും പറഞ്ഞിട്ട് റിജക്ട് ചെയ്തത്. പക്ഷെ ഇപ്പൊ ഞാനതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്, തന്നെ റിജക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. അപ്പൊ രാഹുൽ അന്ന് പറഞ്ഞപ്പോ ഞാൻ രാഹുലിനോട് ചോദിച്ചു, എന്താണ് ആ ഒരു കല്യാണം മുടങ്ങിപ്പോയതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയണമല്ലോ. കാരണം ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞത് ഫോട്ടോഗ്രാഫിയുടെ പേരിൽ ആ പെൺകുട്ടിയുടെ ബ്രദറായിട്ട് ഒരു തർക്കം ഉണ്ടായി. അപ്പോ അവളാണെങ്കിൽ ബ്രദർ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ, ചേട്ടനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോ രാഹുൽ പറഞ്ഞു, അങ്ങനെ ബ്രദർ മാത്രം നിൽക്കുന്ന ഒരു ഭാര്യയല്ലേ, ഞാൻ പറയുന്ന ഭാര്യയല്ലേ എനിക്ക് വേണ്ടത്. സോ അതുകൊണ്ട് അതങ്ങനെ പോയി, ആ തർക്കത്തിൽ അങ്ങനെ പോയി. അപ്പൊ ഞാനത് വിശ്വസിച്ചു. ഓക്കെ,
ഫൈൻ എന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നെ നമ്മളായിട്ടുള്ള ഈ വിവാഹം പ്രൊസീഡ് ചെയ്തു. അപ്പോൾ ഞാൻ കിച്ചണിൽ ചെല്ലുമ്പോൾ, കല്യാണം കഴിഞ്ഞ് കിച്ചണിൽ ചെല്ലുമ്പോൾ, ഞാൻ ആദ്യത്തെ ദിവസം അവിടെയുള്ള വിരുന്നുകാരുടെ എല്ലാ പാത്രം കഴിച്ച ഭക്ഷണത്തിന്റെ എല്ലാ പാത്രവും കഴിയത് ഞാനാണ്. ഫുഡ് അമ്മനെ ഞാൻ ഹെൽപ്പ് ചെയ്തു. ആ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് അമ്മ ഒരു വാക്ക് പോലും എന്നോട് സംസാരിച്ചിട്ടില്ല, ഒരു രീതിയിൽ എന്നോട് മിങ്കിൾ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ആ പരാതി എപ്പോഴും ഞാൻ രാഹുലിനോട് പറയായിരുന്നു. അമ്മ എന്നോട് ഒരു ഇത് രാഹുൽ പറഞ്ഞു ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നാണ്. അതായത് ചിലപ്പോൾ അത് ശരിയാകും, നിന്നെ ചിലപ്പോൾ ഒരു മരുമകളായിട്ട് അമ്മ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കണം. അപ്പൊ എനിക്ക് നല്ല വിഷമമായിരുന്നു ആ സമയത്ത്. അതെന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ ബന്ധം താല്പര്യമില്ല, അതെനിക്ക് മനസ്സിലായത്. പിന്നെ രാഹുൽ എന്ന് പറയുന്ന ഒറ്റാളെയാണ് ഞാൻ വിശ്വസിച്ചത്. അവിടെ എന്റെ കൂടെ നിൽക്കും, കട്ടയ്ക്ക് നിൽക്കും എന്നുള്ള ഒരാൾ, ഇത് അതായിരുന്നു എന്റെ ബലം. അമ്മായിയമ്മ ആയിരുന്നു, അമ്മായിയമ്മയോ പെങ്ങളോ ആയിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് രാഹുല് കാലുമാറി. ശ്രീധനത്തിന്റെ പേരിൽ അമ്മയുടെ കൂടെ നിന്ന് എന്നെ ഒറ്റി. അമ്മ ഇതിലെ കൃത്യമായി പങ്കെടുത്ത മകന്റെ ജീവിതത്തിന്റെ എല്ലാ താളം തെറ്റിക്കുന്നതും അമ്മയാണ്. അത് രാഹുലിന്റെ വായിൽ നിന്ന് തന്നെ പല തവണയായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ പോലും അമ്മയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അമ്മയാണ് ഇതിൽ വലിയ റോൾ. അതെ, ആരല്ലെങ്കിലും പല വീടുകളിലും ഈ പറയുന്ന അമ്മയും പെങ്ങളൊക്കെ തന്നെയായിരിക്കും സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പിരിക്കാനും അവർ തമ്മിൽ ഒരു സംസാരെങ്കിലും വല്ലപ്പോഴും അലമ്പ് തരത്തിലുള്ള സംസാരം ഉണ്ടാവാനൊക്കെ കാരണം ഈ പറയുന്നവർക്ക് ഇവരുടെ ജീവിതത്തിൽ യാതൊരു വിധ റോളും ഇല്ല. ഇവര് തമ്മിൽ വിവാഹം കഴിച്ചത്, ഇവര് ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് ഇവര് ജീവിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, അല്ലെ? അവരുടെ ജീവിതത്തിൽ ഇവരെന്നല്ല മറ്റാർക്കും എത്തിയെന്നവർ. ഇന്ന് ഒരു വൈറലായ ഒരു അച്ഛന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. വിവാഹത്തിന്റെ അന്ന് താലി കെട്ടുന്ന സമയത്ത് ആ അച്ഛന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഈ നിൽക്കുന്ന ചെക്കന്റെയും പെണ്ണിന്റെയും വീട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് പറഞ്ഞ ഒരു വൈറലായ ഒരു പ്രസംഗമായിരുന്നു. ഇവരുടെ ജീവിതം ഇനി ഇവരുടെ കയ്യിലാണ്. ഇവർക്ക് ആവശ്യമുണ്ട് എന്തെങ്കിലും ഉപദേശം തരണമെങ്കിൽ ഇവർ ചോദിച്ചാൽ മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി. അതല്ലാതെ ആരും ഇവരുടെ ജീവിതത്തിലേക്ക് കയറി കടന്ന് അഭിപ്രായങ്ങൾ പറയാനോ ഇടപെടാനോ നിൽക്കണ്ട. അങ്ങനെയാണെങ്കിൽ സ്മൂത്തായിട്ട് അവരുടെ ജീവിതം പോകും. പുറമെ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇവർ തന്നെ മാറും. ഇവരിപ്പോ ബീച്ചിൽ പോയി ഈ അമ്മയുടെ കാര്യം പറഞ്ഞ് തർക്കമൊക്കെ ഉണ്ടായി, അമ്മ മിണ്ടുന്നില്ല, പതുക്കം മിണ്ടിയോട് കുഴപ്പമില്ല, നിന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഇവർ തമ്മിൽ പറഞ്ഞ് തിരിച്ച് ഇവര് പിന്നെയും വീണ്ടും സ്നേഹമായിട്ട് വന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എപ്പോഴൊക്കെ അമ്മ ഇടപെട്ട് വർത്താനം പറയലൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടോ അതിന്റെ ദേഷ്യമൊക്കെ ഈ പറയുന്ന രാഹുൽ ഇവളുടെ അടുത്ത് കാണിക്കാറുണ്ട്. അന്നും അത് തന്നെ ഉണ്ടായി. അതാണ് അവളെ ഞെട്ടിച്ച് കളഞ്ഞത്. കാരണം ആ വീട്ടിൽ നിന്ന് അമ്മയുടെ പെങ്ങളിലോ അല്ലെങ്കിൽ മറ്റാരുടെയും സപ്പോർട്ട് ഉണ്ടാവില്ലെന്ന് അറിഞ്ഞ് തന്നെയാണ് കല്യാണം കഴിച്ചത്. അതൊന്നും അവർക്ക് വിഷയമല്ല. പക്ഷെ രാഹുലിന്റെ മാറ്റം അതങ്ങനെയാണല്ലോ. നമ്മളെ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മളോട് കഴിക്കുന്ന ആൾ എന്ത് പ്രോമിസസ് ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ നമ്മള് അവരെന്താ മിണ്ടാത്ത, അവരെന്താ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് നമ്മൾ നോക്കി നടന്നാൽ, അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുക. അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ ഓക്കെയാണ്. എന്താ പറയാ, അപ്പൊ ഇവിടെയും വില്ലത്തിയായിട്ട് വന്നിട്ടുള്ളത് അമ്മ തന്നെയാണ്. രാഹുൽ തന്നെ ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, എന്റെ അമ്മ തന്നെയാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ റിലേഷൻസും നശിക്കാൻ കാരണം. അമ്മ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവിടെ തെറിച്ചത്, ഇവിടെ തുമ്മിയത്, ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്ന നിസ്സാര കാര്യങ്ങള് പറഞ്ഞ് അലമ്പുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഒരാളാണെന്നും, അപ്പൊ അതിന് ചുക്കാൻ പിടിക്കാൻ തീർച്ചയായിട്ടും അവിടെ ഒരു പെങ്ങൾ എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ പിന്നെ അതും തീർന്നു. അപ്പോ അത് മുന്നേ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ടും ആ ഒരു സമയത്ത് ഇതുപോലെ അത്രത്തോളം അമ്മ പറഞ്ഞ് ദേഷ്യം വന്നാണ് ആ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചെയ്തത്. ഇപ്പൊ എന്തായി? അമ്മയ്ക്ക് ഹാപ്പിയായിട്ട് മകന്റെ ജീവിതം പോയി. ഇനിയിപ്പോ മകനും അമ്മയ്ക്കും എല്ലാവർക്കും കൂടി ജയിലിലിരുന്ന് ഒന്നിച്ചിരുന്ന് തിന്നാം. അപ്പൊ എന്തായാലും ഇനിയും വെളിപ്പെടുത്തലുകളുണ്ട്. ഇത് ഓരോ അമ്മായിയമ്മമാർക്കും കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നവർക്കും ഒക്കെ ഒരുപാടാണ്. എനിക്കറിയില്ലായിരുന്നു, സത്യമായിട്ടത് എനിക്ക് അറിയില്ലായിരുന്നു. ഐ മീൻ ഇപ്പൊ പറയുന്നത് രജിസ്ട്രേഷൻ അങ്ങനെ എന്തോ അല്ലേ, അതെനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ അറിയുന്നത് എന്തൊക്കെയോ വാർത്തയിൽ പറഞ്ഞു അവർ തമ്മിൽ താമസിച്ചിട്ടുണ്ടെന്നൊക്കെ. സത്യമായിട്ട് എനിക്കതൊന്നും അറിയില്ലായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ള രാഹുൽ എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കല്യാണം, വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞ ശേഷം രാഹുൽ ഈ കുട്ടിയെ വിളിക്കാൻ പറഞ്ഞു എന്നോട് എന്റെ ഫോണിൽ നിന്ന്. ആക്ച്വലി എന്റെ കയ്യിൽ ആ കുട്ടിയുടെ നമ്പർ ഇല്ല, രാഹുൽ തന്നു. രാഹുൽ തന്നെ നമ്പർ ടൈപ്പ് ചെയ്ത് എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു. ആ സമയത്ത് നമ്മൾ രണ്ടുപേരുണ്ട്, ഞാൻ രാഹുലുണ്ട്. ലൗഡ് സ്പീക്കറിലിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ പറയണം എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് നീ പറയണം. അപ്പൊ അതൊരു ഹീറോയിസം പോലെയാണ് പുള്ളി എടുക്കുന്നത്. അത് പുള്ളിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് അറിയിക്കാനൊരു ഇത്. അപ്പൊ ഓക്കെ, ആ കുട്ടിയുമായിട്ടുള്ള കോൺവെർസേഷനിൽ ആ കുട്ടി പറയുന്നത് രാഹുൽ ഡൗറി ചോദിച്ചു. പിന്നെ രാഹുലിന്റെ ക്യാരക്ടറായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റിയില്ല.
എന്നാണ് ആ കുട്ടി അതിൽ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ആ കോൾ അവിടെ കട്ടായി. അപ്പൊ ഞാൻ രാഹുലിനോട് ചോദിച്ചു, രാഹുൽ പറഞ്ഞത് ഫോട്ടോഗ്രാഫിയുടെ പേരിൽ പോയി എന്നല്ലേ? അത് അവള് കള്ളം പറയുന്നത്, നീ അതൊന്നും വിശ്വസിക്കരുത്, അവളുടെ ആങ്ങളെയും ഇവള് ശരിയല്ല, ഇവള് ആങ്ങളെ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ, അങ്ങനത്തെ ഒരു വൈഫിനെ എനിക്ക് ആവശ്യമില്ല, അതങ്ങനെ പോയതാണ്, ആങ്ങളായിട്ടുള്ള തർക്കത്തിൽ പോയതാണ് എന്നുള്ള കാര്യങ്ങള്. അങ്ങനെയാണത് സംഭവിച്ചത്. രാഹുലിന്റെ സഹോദരിയൊക്കെ പറയുന്നത് രാഹുൽ വിവാഹം മുൻപ് ചെയ്തത് അറിയാമായിരുന്നു, അത് ഓക്കെ, ഞാൻ ഓക്കെയാണ്, എന്റെ വീട്ടുകാർ ഓക്കെയാണ്, അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യായിരുന്നു എന്നാണ് പറഞ്ഞത്. രാഹുൽ 3 വിവാഹം കഴിച്ചെന്ന് എനിക്കറിയായിരുന്നോ? ഈ ഒരു വിവാഹം കഴിച്ച കാര്യം, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞു, പിന്നെ ബാംഗ്ലൂരൊക്കെ പോയി താമസിച്ചിരുന്നു, പിന്നെ അതിനുശേഷം അത് മുടങ്ങിപ്പോയി. അപ്പൊ ഇവരെ ഡിവോഴ്സ് പെറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയാമായിരുന്നു സഹോദരി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അല്ല, എനിക്കറിയില്ലായിരുന്നു. അത് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. നോ കമന്റ്സ്. വേറെ മറ്റ് പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട്, രാത്രി മെസ്സേജ് അയക്കുന്നു എന്നൊക്കെയാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. സംശയം ഉണ്ടായിരുന്നു, ഫോണിലെ നമ്പേഴ്സൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്നു. ഇത്തരമൊരു സംസാരമോ അല്ലെങ്കിൽ ഇത്തരം ഒരു പെരുമാറ്റമൊക്കെ കല്യാണത്തിന് മുൻപോ ഈ ഒരു സംഭവത്തിന് മുൻപോ ശേഷമോ ഉണ്ടായിട്ടുണ്ടോ? കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ മീറ്റ് ചെയ്തായിരുന്നു, പക്ഷെ ആ ഒരു സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണ ശേഷം സംശയം ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഞാൻ രാഹുലിനോട് എപ്പോഴും പറയായിരുന്നു, എനിക്ക് അമ്മയെ, അതായത് എന്റെ അമ്മ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്, വേറൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുകയോ, കാരണം എനിക്കത് പേടിയാണ്. കാരണം ഇവിടെ ഞാൻ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് എന്റെ അമ്മയ്ക്ക് അത് മനസ്സിലാവും, പക്ഷെ അവിടെ അതെന്റെ അമ്മ അല്ല. എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും സ്വന്തം അമ്മയുടെ ഇത് വരില്ല അവിടെ. എന്നാലും എനിക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പാത്രവും കഴുകിയതും അവിടെ ഫുഡ് ഉണ്ടാക്കാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്തു. അത് ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. കാരണം മിണ്ടാണ്ട് ഒരാളെ നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യാ? ഞാൻ ഉണ്ടാക്കിയ സാധനം സ്ക്വിഡ് റോസ്റ്റ് ആണ്. അത് അവന്റെ ഫ്രണ്ട്സിന് പോലും അറിയാം. ഫ്രണ്ട്സ് അന്ന് അവിടെ കയറിയപ്പോ എന്നോട് പറഞ്ഞ എന്താണോ, നീ ഫസ്റ്റ് ഡേ തന്നെ അടുക്കള കിച്ചണിൽ കയറിയല്ലോ എന്നുള്ളത് ചോദിച്ചാലും അറിയാം. ഇനി ഇപ്പൊ പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കൂട്ടുകാരൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് എന്നെ ഒറ്റ കൊടുക്കുമായിരിക്കുമല്ലോ ഇപ്പൊ പല റീസൺസ് പറഞ്ഞ്. ഞാൻ അവരുടെ കേട്ടായിരുന്നു. രാഹുലിന്റെ സഹോദരി അന്ന് ഒരു ചാനലിൽ പറഞ്ഞത്, ഈ പെൺകുട്ടി എണീക്കാറില്ല, 12 മണിക്കാണ് എണീക്കാറ്, ഒന്നും ചെയ്യാറില്ല, അവളുടെ റൂമിൽ മാത്രമാണ് ഇരിക്കാറ്, ഞങ്ങൾ ആരായിട്ടും മിണ്ടാറില്ല എന്ന്. അങ്ങനെയല്ല, അന്നൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് ലേറ്റായി വന്നപ്പോഴാണ് അന്ന്, അതായത് നൈറ്റ് നമ്മൾ കിടക്കുന്നത് അല്ലെങ്കിൽ പുലർച്ചെയാണ് നമ്മൾ കിടക്കണമെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ എന്തായാലും വൈകും. അതിപ്പോ ആരും എന്ത് വിചാരിച്ചിട്ടും വലിയ കാര്യമില്ല, നമുക്ക് എണീക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ഉറക്കം മുഴുവൻ അവിടെ കട്ടാവില്ല. അപ്പം അന്ന് ഇവര് ഒരു ഫംഗ്ഷനൊക്കെ പോയി ലേറ്റ് ആയിട്ട് പുലർച്ചയ്ക്ക് വന്ന് കിടന്നത്. അപ്പൊ രാഹുലാണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത്, നീ അമ്മ എന്ത് വിചാരിക്കും, പെങ്ങളെന്ത് വിചാരിക്കും, നോക്കണ്ട, നമ്മൾ ലേറ്റ് ആയിട്ടല്ലേ കിടന്നേക്ക്, ഉണങ്ങിയത് ലേറ്റ് ആയിട്ടല്ലേ, അപ്പൊ എണീക്കാനും വൈകും, നമ്മുടെ ഹെൽത്തിന്റെ പ്രശ്നമല്ലേ, അപ്പൊ അതൊന്നും നോക്കണ്ട എന്നൊക്കെ ഇവനോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ദിവസമാണ് ലേറ്റ് ആയത്. ബാക്കി പറ്റാവുന്ന തരത്തിലൊക്കെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? ആരും ഒന്നും മിണ്ടാറില്ല, സംസാരിക്കാറില്ല. പിന്നെ എന്താണ് ഹെൽപ്പ് ചെയ്യുക? ആരും മിങ്കിൾ ചെയ്യാത്തവിടത്ത് വെറുതെ വലിഞ്ഞു കയറി നമുക്ക് അതും ചെയ്യലും അല്ലെ. നമ്മൾ എന്ത് ചെയ്താലും മുഖത്ത് ഒരു കുറ്റഭാവം പുച്ഛഭാവം ഉള്ള സ്ഥലത്ത് പോയി നിന്ന് നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല അല്ലെ. അവരെന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, നമുക്ക് ഇവിടെ മാറിയിരിക്കാം എന്നുള്ള രീതി തന്നെയാണ് തോന്നുള്ളൂ. കാരണം എന്ത് ചെയ്താലും അതിനെ ഒരു കുറ്റം കണ്ടെത്തുന്നവരുടെ ഇടയിൽ നമ്മൾ പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ അവളത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയാൻ വേണ്ടി ആരും നിൽക്കില്ല. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. പക്ഷെ അവര് മാധ്യമങ്ങളിൽ പറഞ്ഞത് ഈ പെൺകുട്ടി അവരായിട്ട് മിങ്കിൾ ചെയ്യണില്ലാണ്. പക്ഷെ അതങ്ങനെയല്ല. അതുപോലെ വിവാഹം മുന്നിൽ രജിസ്റ്റർ ചെയ്ത കാര്യം അറിയില്ലായിരുന്നു. വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ട് അത് മാറി എന്നാണ് പറഞ്ഞത്. അത് ആ പെൺകുട്ടിയുടെ മാറിയ പെൺകുട്ടീനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ആ പെൺകുട്ടിയുടെ ഒരു വോയിസ് ഉണ്ടായിരുന്നു, രാഹുലിന്റെ ക്യാരക്ടറായിട്ട് ഒത്തുപോകാൻ. ഈ പറയുന്ന സൈക്കോ സംഭവങ്ങളൊക്കെ ആണല്ലോ ആൾക്ക്. അപ്പൊ പിന്നെ ഒത്തുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് മുന്നിൽ കല്യാണം കഴിച്ച പെൺകുട്ടിയും ഒന്നിച്ച് ജീവിച്ചപ്പോൾ അവിടെ നിന്ന് മാറിപ്പോയത്. പിന്നെ ഈ പറയുന്ന ഡൗറിയും കാര്യങ്ങളൊക്കെ ചോദിച്ചുള്ള വർത്താനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീടാണ് ഈ പെൺകുട്ടിക്ക് അത് മനസ്സിലായത്. അതായത് കല്യാണം കഴിച്ച് വന്ന് വളരെ ഒരാഴ്ച ആവണ പെൺകുട്ടിയുടെ പറ്റി ഹിസ്റ്ററിയും ജോഗ്രഫിയും അവളങ്ങനെയാണ് ഇവളിങ്ങനെയാണെന്നൊക്കെ പറയാൻ നല്ല നാവുണ്ട് അമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാവർക്കും മീഡിയയുടെ മുമ്പില്. സ്വന്തം മകൻ മുന്നിൽ കെട്ടിണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂർ അവരുടെ കൂടെ താമസിച്ചിരുന്നു, അത് മുടങ്ങിപ്പോയത് ഇവന്റെ സൈക്കോ സ്വഭാവം കാരണമാണ്. ഇതൊക്കെ ചോദിച്ചപ്പോ റിപ്പോർട്ടേഴ്സ് ചോദിച്ചപ്പോ അതിനെ പറ്റിയൊന്നും അറിയില്ല എന്നാണ് ഈ അമ്മയും പെങ്ങളൊക്കെ പറയണത്. അതെന്തായാലും അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും ശരിക്കും ഈ പറയുന്ന ഇവര് പെൺകുട്ടിയും വീട്ടുകാരും ചതിക്കപ്പെടുകയായിരുന്നു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. മുന്നിൽ വിവാഹം കഴിച്ച കാര്യം പറഞ്ഞിട്ടില്ല. അവർക്ക് ഡെവറി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഒന്നും വേണ്ട, നിങ്ങൾ കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞവര് പിന്നെ കുട്ടിക്ക് 1 പവൻ കൊടുത്താലും മിണ്ടാതിരുന്നോളണം.
അവര് ഒരു പവനാന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തിനാണ് പെൺകുട്ടികൾ സ്വർണ്ണം യൂസ് ചെയ്യാത്ത പെൺകുട്ടികൾക്ക് സ്വർണ്ണം കൊടുക്കേണ്ട കാര്യമോ ഇല്ല. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ചാൽ പോലെ. അത് കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ അത് പോരാന്നുള്ള രീതിയിലായി. ഇതിലും കൂടുതൽ ഞാൻ ഡിസർവ്, പിന്നെ ഏത് ഇയാൾക്ക് ഈ സൈക്കോക്ക് ഇതിലും കൂടുതൽ ഡിസർവ്. ആദ്യത്തെ പെൺകുട്ടി തന്നെ രക്ഷപ്പെട്ട് എന്തോ ഭയത്തിനാ പോയത്. അത് ഈ കല്യാണം മുടങ്ങി പോയതായിരുന്നു. വീണ്ടും ഇവരായിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് അമ്മയും പെങ്ങളും അവരൊന്നും നോക്കണ്ട, നമ്മള് കല്യാണം കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്നിച്ച് പോവും എന്നൊക്കെ രീതിയിൽ ഇവൻ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള സ്നേഹം രീതിയിലൊക്കെ സംസാരിച്ചാണ് ഈ രീതിയിൽ നിർത്തിയിട്ട് കൊടുക്കാം. അവസാനമായപ്പോ ഈ പറയുന്ന അമ്മയുടെ ഈ ഫോഴ്സ് കൊണ്ട് ഈ തൊഴിൽക്കേട് കൊടുക്കാതെ എങ്ങനെ പെണ്ണുങ്ങളെ നെഞ്ചത്ത് കയറുന്ന ആണുങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഈ അമ്മമാരാലോചിക്കേണ്ടത് അവരുടെ ഭാവിയാണ് പോകുന്നത്. പക്ഷെ എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല, അമ്മയല്ല പെങ്ങളല്ല. അവരുടെ അമ്മേനെയും പെങ്ങളുടെ സ്വഭാവം കാലങ്ങളായി അവരെ കൂടെ നിന്ന് ഈ മകൻ അറിയാമെങ്കിൽ അവര് ഇതുപോലെ എന്ത് പറഞ്ഞാലും ആ പറയുന്ന ഭർത്താവ് ഭാര്യയുടെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കാനോ അലമ്പുണ്ടാക്കാനോ ഒന്നും നിൽക്കില്ല. അതൊന്നും ഇവരെ ബാധിക്കുകയില്ല. അങ്ങനെയുള്ളവരുണ്ട്. അതിന് ആൺകുട്ടികൾക്ക് നട്ടല് വേണം. അടുത്ത എന്തായാലും കേൾക്കാം. സഹോദരി പറയുന്നത് 11 മണിക്കും 12 മണിക്കും എഴുന്നേറ്റ് വരുന്നത്, അടുക്കളയിൽ കയറാറില്ല, ഫുൾ ടൈം റൂമിൽ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ്. അതിലൊന്നും ഒരു അടിസ്ഥാനം എന്നല്ല, അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യവും ഇഷ്ടങ്ങളുമാണ്. ഒരു കാര്യം, ഒരു ദിവസം ഞാൻ ലേറ്റ് ആയിട്ടുണ്ട്, അത് ഞാൻ തുറന്നു പറയാണ്. അത് ഇവിടത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാനും രാഹുലും കൂടി ഒരുമിച്ചാണ് പോയത് കോഴിക്കോട്. ഇവിടത്തെ റിസപ്ഷൻ, എന്റെ നാട്ടിലെ റിസപ്ഷൻ. അന്ന് വെളുപ്പിനാണ് നമ്മൾ എത്തിയത്. വെളുപ്പിനെ എത്തുന്ന ഒരാൾക്കും എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്തതിൽ. അന്ന് ഞാൻ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. അന്ന് അമ്മ സാധാരണ കാണിക്കുന്ന പോലെ തന്നെ, നമുക്ക് അറിയാലോ, പതിവ് പോലെ തന്നെ മുഖം വീർപ്പിച്ചിരിക്കുക. അനിയത്തിയും അന്ന് മുഖം വീർപ്പിച്ചത്. അനിയത്തിയായിട്ട് ഞാൻ വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. അന്നും അനിയത്തിനോട് മുഖം വീർപ്പിച്ചിരുന്നു. അപ്പൊ ഞാൻ രാഹുലിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, രാഹുലെ എന്നോട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ നിനക്കറിയാലോ നിന്നെ, എന്തുകൊണ്ടാണ് നീ ലേറ്റ് ആയത്? നമ്മൾ അത്രയും ട്രാവൽ ചെയ്ത് അത്രയും ടയേർഡായി വന്നത് കൊണ്ടല്ലേ ലേറ്റ് ആയത്? അത് നീ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, നിനക്കറിയാലോ നിന്നെ എന്നാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. അന്നൊരു ദിവസമാണ് ഞാൻ ലേറ്റ് ആയത്, അല്ലാണ്ട് ലേറ്റ് ആയിട്ടില്ല എഴുന്നേക്കാനായിട്ട്. പിന്നെ രാഹുൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും അമ്മേനെ നീ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട കിച്ചണിൽ, കാരണം എന്നും അത് എക്സ്പെക്ട് ചെയ്യും. നീ ജോലിക്ക് പോകുന്ന ഒരാളാണ്. കാരണം ഞാൻ മാരേജ് ലീവായിട്ട് കുറച്ച് ദിവസത്തെ മാരേജ് ലീവ് ആയിരുന്നു. അപ്പൊ കോഴിക്കോടായിരുന്നു, ഒന്നും ജോലിക്ക് പോയിട്ടില്ല. അപ്പൊ ആ ഒരു സമയത്ത് എന്തായാലും ഞാൻ ട്രിവാൻഡ്രത്തേക്ക്, രാഹുൽ പോകുന്ന സമയത്ത് ട്രിവാൻഡ്രത്തേക്ക് എനിക്ക് തിരിച്ചു പോകണമല്ലോ കുറച്ച് ദിവസം. അപ്പോൾ രാഹുൽ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ കയറി അമ്മയെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യണില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അമ്മ എല്ലാ കാര്യത്തിലും ചെറിയ ചെറിയ കുറ്റങ്ങൾ പിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ വലിയ എക്സ്പെക്ടേഷൻസ് എന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കും. പക്ഷെ എന്നിട്ട് പോലും ഞാൻ രാഹുലിനോട് പറയണം, ഇല്ല രാഹുൽ, അങ്ങനെയല്ല, നമ്മളൊരു പുതിയൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മാക്സിമം നമുക്ക് എഴുന്നേക്കാൻ പറ്റുന്ന രീതിയിൽ എഴുന്നേറ്റ് അമ്മയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്റേതായിട്ടുള്ള സൈഡിൽ നിന്ന് ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് രാത്രി ക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു ചെയ്തത്. കഴുത്തിൽ ചാർജർ കൊണ്ട് മുറുക്കുന്നു, അടിക്കുന്നു, ചെവിന്ന് ചോര വരുന്നു. ഈ വീട്ടിലുള്ള അമ്മയും സഹോദരിയും ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്താ തോന്നുന്നത്? ഒന്നാമത്തെ കാര്യം, അവരെന്നോട് മിണ്ടത്തില്ല. എനിക്ക് എന്ത് പറ്റിയാലും അവർക്കൊരു പ്രശ്നമില്ലെന്നാണ് അതിന്ന് മനസ്സിലാക്കുന്നത്. കാരണം മിണ്ടില്ല, എന്നെ ഇഷ്ടമല്ല അവർക്ക്. ഈ ബന്ധത്തിന് തന്നെ അവർക്ക് താല്പര്യമില്ല. അതിൽ തന്നെ മനസ്സിലാക്കി കൂടെ, എന്നെ അവർക്ക് ഇഷ്ടമല്ല. രാഹുലിന് മാത്രമായിരുന്നു എന്നെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ടെങ്കിൽ രാഹുൽ മാത്രമായിരുന്നു തന്നുകൊണ്ടിരുന്നത്. രാഹുൽ ഉണ്ടെന്നുള്ള ബലത്തിലാണ് ഞാൻ അവിടെ നിന്നിരുന്നത്. അപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചാലും അവർക്കതൊരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അമ്മ നല്ല കുശുംബിയാ. രാഹുൽ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നതും ഇൻവോൾവ് ചെയ്യുന്നതും അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്തൊക്കെ അമ്മ എന്നോടൊന്നും മിണ്ടിയിട്ടില്ല. അപ്പോ കാരണം രാഹുൽ ആ സമയത്ത് കല്യാണത്തിന് മുന്നേ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ രാഹുൽ എന്റെ കൂടെയാണ് ഫുള്ള്. അപ്പൊ അമ്മ എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, അമ്മ നിനക്ക് ഉണ്ടായിരുന്നു എന്ന് നീ ഓർക്കണോട്ടോന്നു. അതിന്റെ അർത്ഥം എന്താ? ഞാൻ വന്നപ്പോ അമ്മനെ ശ്രദ്ധിക്കുക, അങ്ങനെയല്ല. അത് പുതിയൊരാള് വന്നപ്പോ രാഹുൽ എനിക്ക് കുറച്ച് കെയറിങ് കൂടുതൽ തന്നു. അത് അമ്മയ്ക്ക് ഇഷ്ടമില്ല, അമ്മയ്ക്ക് അങ്ങനെയുള്ള പല ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ആളുണ്ട്. പിന്നെ ഈ ബന്ധം ഇഷ്ടമല്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. രാഹുലിന്റെ ഒറ്റ താല്പര്യത്തിന് നടന്നത്, കാരണം ഒഴിഞ്ഞു പോയ കാര്യമാണത്. രാഹുലിന്റെ താല്പര്യത്തിന് മാത്രമാണ് ഇത് വീണ്ടും തിരിച്ചു വന്നത്. എന്താണ് അത്? കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം? അതെ, ഇത്രയും എന്നെ ഉപദ്രവിച്ചിട്ട്, അതും എന്നെ കേബിൾ വെച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രാഹുലിന്റെ സൈഡിൽ നിന്ന് രാഹുൽ അങ്ങനെ ചെയ്യുന്നു. അതൊരിക്കലും കാരണം രാഹുലിനെ പരിചയപ്പെട്ട എല്ലാവർക്കും അത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല നമുക്ക് അങ്ങനെ. അതുപോലെയാണ് ഇപ്പൊ എന്റെ വീട്ടിലായാലും ഇവിടെ വന്ന എല്ലാവർക്കും രാഹുലിനെ ഇഷ്ടമായി. രാഹുലിന് 2 പേഴ്സണാലിറ്റിയാണ്. കഴിക്കുമ്പോൾ വേറൊരു ആള്, അല്ലാത്തപ്പോ നോർമൽ ആയിട്ടുള്ള ഒരാൾ. അപ്പൊ അന്ന് കാര്യമായിട്ട് എന്തോ അടിച്ചിട്ടുണ്ട് ആള് എന്നെ. ഇതിന്റെ ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്ത പറയുന്നത്? എനിക്കെന്തിനാ എന്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്ത പറയുന്നത്?
കേബിൾ വെച്ച് ചാർജറിന്റെ കേബിൾ വെച്ചിട്ട് എന്നെ കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കി എന്നുള്ളത് സത്യമാണ്. എന്റെ കൈ ലെഫ്റ്റ് ഹാൻഡ് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്കത് എങ്ങനെയോ രക്ഷപ്പെടാൻ നോക്കിയത്. രക്ഷപ്പെടാൻ നോക്കിയിട്ട് എന്റെ പുറകെ വന്ന് ഇതിനെ വലിച്ച് ബെഡിലേക്ക് ഇട്ടു, ബെൽറ്റ് വെച്ച് അടിച്ചു. ഇത് ഞാൻ എല്ലാവരോടും ഇന്നലെയും ഞാൻ ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. പിന്നെ ആലോചിക്കുമ്പോ ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ? ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതിന് തക്കതായിട്ടുള്ളൊരു ശിക്ഷ, ഇത്രയും എന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അതിനൊരു തക്കതായ ഒരു ശിക്ഷ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ ലൈഫിൽ ഇനി അവൻ ആരെ കെട്ടിയാലും ഇത് റിപ്പീറ്റ് ചെയ്യും. അത് അവന് തന്നെ ദോഷം, രാഹുൽ തന്നെയാണ് അത് ദോഷം. ഇനി വരുന്ന പെൺകുട്ടിക്ക് അത് ദോഷം. അപ്പൊ അതിനെന്തായാലും ഒരു തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റൂ, കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ പെൺകുട്ടി പറയുന്ന വാക്കുകളെല്ലാം ഇന്ന് പല കുടുംബങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഈ പറയുന്ന മകൻ മറ്റൊരു പെൺകുട്ടിയോട് കൂടുതൽ ഇടപെടുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സ്നേഹത്തിൽ പെരുമാറി സംസാരിക്കുകയും ചെയ്യുമ്പോൾ നെഞ്ചത്ത് വേനെടുക്കുന്ന അമ്മമാർ ഇന്നും പലരും ഉണ്ട്. വളരെ പൊസസീവായിട്ടുള്ള അമ്മമാര്. അങ്ങനെ പൊസസീവായിട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആൺമക്കളെ കല്യാണം കഴിപ്പിക്കരുത്. അവരെ വീട്ടില് ഈ അമ്മയുടെ അടിപ്പാവടയൊക്കെ കഴുകി നിർത്തുക, അവരെ കൂടെ നിർത്തുക. അല്ലാതെ കല്യാണം കഴിപ്പിക്കരുത്. കാരണം അവരെ കുടുംബജീവിതം കളികൾ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടീനെ കെയർ ചെയ്യണം, സ്നേഹിക്കണം. ഈ പറയുന്ന സ്നേഹമൊക്കെ ഡിവൈഡ് ചെയ്തൊക്കെ പോവും അല്ലെ? അതങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന അമ്മ ഈ പെൺകുട്ടിയുടെ പ്രായത്തില് കല്യാണം കഴിഞ്ഞ സമയത്ത് അവരുടെ മനസ്സിൽ എങ്ങനെയായിരുന്നു, എന്ത് വികാരങ്ങളായിരുന്നു, അത് തന്നെയാണ് അവർക്കും ഉണ്ടാവുക ആ പ്രായത്തില് അല്ലെ? അപ്പോ മോൻ വേറെ ആരെങ്കിലും കൂടെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു. ഈ പെൺകുട്ടി പറയുന്ന ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ പോലും രാഹുൽ ഈ പെൺകുട്ടിയിലൂടെ, കാരണം ആ പെൺകുട്ടിക്ക് രാഹുലിനെ അറിയും, വേറെ ആരും കൂടെ സംസാരിക്കണമൊന്നുമില്ല, ആർക്കും കല്യാണം ഇഷ്ടമില്ല. ഇവിടെ കല്യാണം കഴിച്ചത് ആ വീട്ടില് രാഹുലിന് നിർബന്ധത്തിന് മാത്രമാണ്. അപ്പൊ ആ പെൺകുട്ടിയോട് വേണ്ട രാഹുലുള്ളൂ, രാഹുൽ തന്നെയാണ്. അത് രാഹുലിനും അറിയാം. സ്വന്തം അമ്മയ്ക്കോ പെങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കും ഈ പെൺകുട്ടീനെ ഇഷ്ടമില്ല, ഈ വിവാഹവും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് മടങ്ങിപ്പോയ വിവാഹം രാഹുലിന് മാത്രം ഇഷ്ടമായിട്ട് വീണ്ടും ഈ പെൺകുട്ടീനെ വീണ്ടും കല്യാണം ആലോചിച്ച് വന്നത്. അപ്പൊ ആ പെൺകുട്ടിയെ ഡ്രസ്സ് എടുക്കാൻ പോയി സംസാരിച്ച് കുറെ നേരം നിൽക്കുമ്പോ വരെ അമ്മ ഇത്ര നാളുണ്ടായിരുന്നു എന്ന് നീ മറക്കല്ലേ എന്നുള്ള ചീഞ്ഞ ഡയലോഗുകൾ, അതായത് 70, 80, 90 കാലഘട്ടത്തിലുള്ള ചില അമ്മായിമ്മമാരില്ലേ, സീരിയലിൽ മാത്രം കണ്ടുവരുന്ന ചില അമ്മായിമ്മമാരുടെ ഡയലോഗുകൾ അടിച്ച് അപ്പൊ തന്നെ ആ പെൺകുട്ടിക്ക് മനസ്സിലായി പൊസസീവാണ്. രാഹുൽ അമ്മേനെ പറ്റി പറഞ്ഞിട്ടുമുണ്ട്. അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട, അമ്മ അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും, അത് നോക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കാരണം എന്താണ്, ഈ രാഹുൽ കൊടുത്ത വീടിനെ പറ്റി അമ്മയും പെങ്ങളെ പറ്റിയുള്ള ഒരു ഐഡിയയും കാര്യങ്ങളും അവരുടെ സ്വഭാവത്തിനെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ സ്ട്രോങ് ആയിട്ട് തന്റെ കൂടെ എന്തിനുണ്ടാവും? രാഹുലിനെ അപ്പൊ കുറച്ച് നാളല്ലേ അവിടെ നിൽക്കും, അത് കഴിഞ്ഞ് അവരുടെ ഒരു സ്ഥലത്തേക്ക് പോവും. അതാണ് നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നുള്ള രാഹുലിന്റെ ആ ഒരു സ്ട്രെങ്ത് ആയിരുന്നു ആ പെൺകുട്ടിക്ക് ഈ വിഭാഗത്തിലെത്താനും അവിടെ നിൽക്കാൻ കുറച്ച് നാളെ നിൽക്കാനായിട്ട് കേറി ചെല്ലാൻ വരെ തോന്നിയിരുന്നത്. പക്ഷെ അത് ഈ പറയുന്ന അമ്മ ഇല്ലാതാക്കി. പിന്നെ രാഹുൽ ഈ പറയുന്ന ഡ്രഗ് പോലെ എന്തോ കഴിക്കണ സമയത്താണ് മറ്റൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത്. ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയില്ലേ, അല്ലാത്തപ്പോ അവൻ നോർമലാണ്. ഇത് അടിച്ചിരിക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് അലമ്പ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ചിലര് ടെൻഷൻ അടിക്കുമ്പോ പോയി മദ്യം കഴിക്കും, കഞ്ചാവ് അടിക്കും, പുകവലിക്കും. അതുപോലെ ഈ അമ്മ അലമ്പ പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവളെ പറ്റി പറയുന്നു. കാരണം ഇവരുടെ ഇഷ്ടത്തിനാ കഴിച്ച, അവർക്ക് ആർക്കും ഇഷ്ടമല്ല. എന്നാ ഇവരിങ്ങനെ ഇവളെ പറ്റി കുറ്റം പറയുമ്പോ പ്രാന്തെടുക്കില്ലേ? ചിലർ അതിന് പകരമായിട്ട് അതിന്റെ 10 ഇരട്ടിയായിട്ട് വീണ്ടും ഈ പെണ്ണിനെ സ്നേഹിക്കാൻ ശ്രമിക്കും. സ്വീറ്റ് റിവെഞ്ച് എന്ന് പറയുന്നത് അത് ബുദ്ധിയുള്ള ചക്കന്മാരങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ അവരുടെ ജീവിതം പോകുന്നില്ലേ? അമ്മയ്ക്ക് ഇത്രയും കാലം ജീവിച്ചവരാണ് അല്ലെ? ഇവര് ഓരോ അതിനും ഇതിനും ചെറുതിനും ഇതിനൊക്കെ പറഞ്ഞ ഇവരുടെ ജീവിതമല്ലേ പണിപ്പ. ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇനിയും രാഹുലിനെ തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇത് തന്നെ ഇനിയും അടുത്ത പെൺകുട്ടിയോട് ആവർത്തിക്കും. രാഹുലിന്റെ ജീവിതം കൂടി അതിന്റെ ഒപ്പം പോയിക്കൊണ്ടിരിക്കല്ലേ. ഇപ്പൊ എല്ലാവർക്കും കൂടി എന്തായാലും ഇവര് കൊടുങ്ങും, ഈ അമ്മ അടക്കം കൊടുക്കും. എല്ലാ തെളിവും സഹിതം എല്ലാ തരത്തിലുള്ള രീതിയിലും മുന്നോട്ട് പോകുക തന്നെയാണ് അവര്. രാഹുൽ മാത്രമല്ല അമ്മമാര്. അതുപോലെ മക്കളെ കല്യാണം ആമ്പിള്ളേരെ കഴിച്ചു കൊടുക്കുമ്പോ പൊസസീവുള്ള അമ്മമാര് ആമ്പിള്ളേരെ കല്യാണം കഴിപ്പിക്കണ്ട. അമ്മയുടെ ഒക്കെ കാലം കഴിയണ വരെ ഈ മക്കളെങ്ങനെ മുരടിച്ച് വീട്ടിൽ നിർത്തിക്കോ. നിങ്ങൾ പറയണം അമ്മ അങ്ങോട്ട് ചാട, കുട്ടിയുടെ അമ്മ ഇങ്ങോട്ട് ചാട, അമ്മയുടെ മകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി നിർത്തിയാൽ മതി. അല്ല അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്കൊരു ഫാമിലി ലൈഫ് അവരുടെ ഹാപ്പിനെസ്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കിട്ടുക. അവര് ഹാപ്പി നടക്കുന്നത് കാണാൻ ബുദ്ധിമുട്ടുള്ളവർ അതിനിറങ്ങി തിരിക്കരുത്. അതാണ് ഇത് ചെയ്യേണ്ടത്. ഇതില് രാഹുൽ എന്ന് പറയുന്ന ഒരാളെ ശരിക്കും നല്ല പെടപ്പെട്ട കണ്ട ആൾ തന്നെയാണ്. കാരണം
ഇയാളുടെ അമ്മയുടെ പെങ്ങളുടെ ഒക്കെ സ്വഭാവം ആൾക്ക് അറിഞ്ഞിട്ടും ഈ പെൺകുട്ടി ഇതിൽ നിന്ന് മാറാൻ ശ്രമിച്ചിട്ടും വീണ്ടും ഈ പെൺകുട്ടിയോട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഞാൻ കട്ടക്കുണ്ട്, എന്നെ മാത്രം നീ നോക്കിയാൽ മതി, എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് ചില പെൺകുട്ടികളുണ്ട്. സത്യം, ഞാൻ അടക്കാനുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞില്ലേ, ഭർത്താവിന്റെ വീട്ടുകാരല്ലേ, അവർക്ക് നമ്മളെ ഇഷ്ടമില്ലെങ്കിലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും നമുക്കെല്ലാം ഒന്നും മറക്കാം, നമുക്ക് അവിടെ ചെല്ലാം, നമുക്ക് അവരായിട്ട് മിങ്കിൾ ചെയ്യാം, നമുക്ക് സംസാരിക്കാം. ചിലപ്പോൾ അതൊക്കെ ചെയ്തില്ല അവർക്ക് മാറ്റങ്ങൾ വന്നാലോ അപ്പൊ അതൊക്കെയെങ്കിലും അവർക്ക് തോന്നിയാലോ എന്നൊക്കെ വിചാരിച്ച് അവര് നമ്മളോട് പെരുമാറുന്ന രീതികളും പറയുന്ന ഡയലോഗുകളും നോയിപ്പിക്കുന്ന ഡയലോഗുകളൊക്കെ ഒരുപാട് കേട്ടാലും നമ്മൾ പിന്നെയും നമ്മളതൊക്കെ മറന്ന് അവരായി മിങ്കിൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷെ അതിനും ഒരു പരിധിയില്ല. എന്തൊക്കെ ചെയ്തിട്ടും അവരെ മനസ്സിൽ നമുക്ക് യാതൊരു സ്ഥാനവും ഇല്ല. നമ്മളെ ജീവിതത്തിൽ മരണം വരെ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ നമ്മൾ കൂടുതൽ തലവേദനകൾ തലയിൽ വലിച്ചു വെച്ച വലിയ വലിയ ദുരന്തങ്ങൾ വരുന്നതിന് മുന്നേ നമ്മൾ നൈസായിട്ട് മാറുക, നമ്മുടെ ആ ചെറിയ ലോകത്ത് ഒതുങ്ങുക, അങ്ങനെയൊക്കെ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കും. എന്തായാലും രാഹുലിന് തക്കതായ ശിക്ഷ കിട്ടും. ഒപ്പം അമ്മയ്ക്കും അതിൽ യാതൊരു ഇതുമില്ല. രാഹുലിനെ സഹായിച്ച പോലീസുകാരന് പണി കിട്ടിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ അമ്മയെ പറ്റി ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല പെൺകുട്ടി. രാഹുൽ ഒരു സൈക്കോ ആയിരുന്നു എന്ന് ഇതിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മുന്നേ കല്യാണം മുടങ്ങിപ്പോയ പെൺകുട്ടിയുടെ അടുത്ത് എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് ഈ പെൺകുട്ടിയുടെ മൊബൈലിൽ നിന്ന് തന്നെ മെസ്സേജ് ചെയ്യിക്കുക. ഒരു ഹീറോയിസം പോലെ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടോ നീ എന്നിട്ടിട്ട് പോയതല്ലേ എന്നുള്ള രീതിയിൽ. ഇതൊക്കെ ഒരു സൈക്കോ തന്നെയാണ്. എന്തായാലും വരുന്ന ആളുകളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.